ന്യൂയോർക്ക് സമയം ഉച്ചയ്ക്ക് 1 മണി. ഇനി 7 മണിക്കൂർ കൂടി. 7 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ, ഇറാൻകാർ എന്തെങ്കിലും നിർദ്ദേശവുമായിട്ട് വരുന്നില്ലെങ്കിൽ, ഇറാൻ്റെ ആ സംസ്കാരം തന്നെ, ആ സിവിലൈസേഷൻ തുടച്ചു നീക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആവർത്തിച്ചു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ അതുതന്നെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സൺ കരോളിൻ ലീവറ്റും അതുതന്നെ പറഞ്ഞു. 7 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കണം. എന്തെങ്കിലും സംഭവിക്കാൻ അതിനിടയിൽ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് കുറച്ചൊരു പ്രതീക്ഷ നൽകുന്നത്. ഇറാനിലെ തീവ്ര നിലപാടുകാരെല്ലാം തന്നെ അവസാനിച്ചു. ഇപ്പോഴുള്ളവരെല്ലാം കുറച്ചുകൂടെ മിതവാദികളും കുറച്ചുകൂടെ റീസണബിളായിട്ട് വിവേകപൂർവ്വം ചിന്തിക്കുന്നവരാണ്. അതിനാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലും പ്രസിഡന്റ് പറയുകയുണ്ടായി. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ഹോർമോസ് കടലിടുക്ക് പിന്നെ തുറക്കുക, അല്ലെങ്കിൽ ഒരു കരാറിൽ എത്തുക. ഇപ്പം ഈ അമേരിക്കയുമായൊരു കരാറിന് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു 10 നിർദ്ദേശങ്ങളുണ്ട്. അതൊന്നും പോരാ എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറാൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്, ഈ ഇറാൻ്റെ നിലപാട് സത്യവും ന്യായവും തങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഈ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ട് അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല. എല്ലാ രാജ്യവും അങ്ങനെ പരസ്യമായിട്ടൊക്കെ പറയണമല്ലോ. പക്ഷേ രഹസ്യമായിട്ട് എന്തെങ്കിലും കരാറുകളും ചർച്ചകളും നടക്കുന്നുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഈ അവിടെയുള്ള നേതാക്കന്മാരൊക്കെ ഈ സെൽഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണോ ഒക്കെ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അവർ പേടിക്കുന്നു. അവർ അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇസ്രായേലിൻ്റെ ദൃഷ്ടിയിൽപ്പെടും. എപ്പോൾ വേണേലും ആക്രമിക്കാനും അവരെ കൊല്ലാനും കഴിയുന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് അവർ ചർച്ചയ്ക്കും അവർ തീരുമാനത്തിലുമൊക്കെ വരേണ്ടത്. എന്ന് മാത്രമല്ല, അവിടെ കാര്യപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പ്രസിഡന്റ് പെഷയ്ക്കാൻ ഉണ്ട്, അങ്ങേർക്ക് വലിയ സ്വാധീനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെയുള്ള 2-3 പേരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരാരെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ കേട്ടാൽ തന്നെ ഈ തീവ്ര നിലപാടുകാരായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് IRGC അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്? അവരുടെ കയ്യിലാണല്ലോ അധികാരം ഇരിക്കുന്നത്, ആയുധങ്ങളിരിക്കുന്നത്. അവരെന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയാനാവുമോ? അവരാക്രമിക്കില്ല എന്ന് പറയാനാവുമോ? ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളൊക്കെ പോകുമ്പം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പറയുന്നൊന്നുമല്ലേ, ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം ഇറാനിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒന്നും വിശ്വസിച്ചുകൂടാ. എപ്പോൾ വേണേലും ആക്രമണങ്ങളും ഇതൊക്കെ ഉണ്ടാകാം. എത്ര കരാറുണ്ടാക്കി കഴിഞ്ഞാലും ഈ കരാറുണ്ടാക്കുന്ന ആളുകൾ പോലും പേടിക്കണം. കാരണം ഈ തീവ്ര നിലപാടുകാർ അവരെ ശരിപ്പെടുത്തിയെന്ന് വരും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വളരെ പ്രവചിക്കാനാവാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. ഇറാനും ഇപ്പോൾ ലോകവും കടന്നു പോകുന്നത്. അപ്പോൾ ഈ 7 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ശുഭകരമായിട്ട് സംഭവിക്കണം. ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ ബന്ധപ്പെട്ട് അവർക്ക് സുബുദ്ധി പറഞ്ഞു കൊടുക്കണം. അവർ അതിന് തയ്യാറാവണം. പക്ഷേ ഈ അയൽ രാജ്യങ്ങളുമായിട്ടൊന്നും കാര്യമായിട്ട് ഇറാന് ബന്ധമില്ല. ആകപ്പാടെയുള്ള ഹൂതികൾ, ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞുള്ള ഭീകരന്മാരുമായിട്ടാണ് ബന്ധം. എന്തായാലും ഈ 47 വർഷമായിട്ട് തുടരുന്ന ഈ മതഭീകരത അവരെ ഒന്ന് തട്ടിത്താഴിയിട്ടതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിന് പകരം അത് ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം എത്തുകയും ഈ പുതിയൊരു മാറ്റത്തിന്, പുതിയൊരു സംസ്കാരത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഈ യുദ്ധത്തിനും കൂടുതൽ മരണത്തിനും അതിലെ തകർച്ചയ്ക്കും വേണ്ടി ഇറാൻ നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ പ്രസിഡന്റ് ട്രംപ് വളരെ ധൃതിയിലാണ്, പെട്ടെന്ന് ഇത് അവസാനിക്കണമെന്നുള്ള നിലപാടിലാണ് അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം ഈ കൃത്യമായിട്ട് ഈ ഈ താക്കീതുകൾ നൽകുന്നത്. ഇന്ന സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സർവനാശമെന്ന് കൃത്യമായിട്ട് പറയുന്നത്. കാരണം പെട്ടെന്ന് നടക്കണം. അപ്പോൾ ഇതൊക്കെ ഈ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ സാവകാശവും പതിയെയൊക്കെയാണ് പലപ്പോഴും നടക്കാറുള്ളത്. ഇങ്ങനെ തിരക്കിട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലെ സിറ്റുവേഷനിൽ പ്രസിഡന്റ് ട്രംപ് തീരുമാനം എടുക്കുന്നു, മറ്റൊരാളോടും ചോദിക്കുന്നില്ല, മറ്റൊരാൾ ഉപദേശിച്ച് അത് നമുക്കിങ്ങനെ മാറ്റാവുന്നോ, ആ രീതിയിൽ അല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും. അങ്ങനെയൊരവസ്ഥ അത് ഇറാൻ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മളറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മറ്റന്നാൾ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ പ്രചാരണമൊക്കെ കഴിഞ്ഞു. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണോ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നറിയാതെ നമ്മളിൽ പലരും വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഇലക്ഷൻ എന്തൊക്കെ പറഞ്ഞാലും അതൊരു രസമുള്ള കാര്യമാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ ആര് ജയിച്ചാലും ഇത്രയൊക്കെ വരാൻ പോകുന്നുള്ളൂ നമുക്കറിയാം. ആര് ജയിച്ചാലും ആര് തോറ്റാലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെയേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ, വാസം പറഞ്ഞാൽ അങ്ങനെയുള്ള പോരാട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് പകരം ഇതിപ്പം യുദ്ധവും മരണവും
സർവനാശവും ഒക്കെ വരുന്ന ഒരു കാര്യം, നമ്മുടെ ചിന്തയ്ക്കപ്പുറമുള്ള കാര്യം, നമുക്ക് നേരിട്ട് പങ്കില്ല എങ്കിൽ കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് എങ്ങനെയും ഇതൊന്ന് പരിഹരിക്കപ്പെടട്ടെ. ഈ 7 മണിക്കൂറിനുള്ളിൽ സുബോധമുണ്ടാവട്ടെ. ഇറാനിൽ കാര്യപ്പെട്ട നേതാക്കന്മാരൊക്കെ അവർക്ക് സുബോധമുണ്ടാവുകയും അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിൽ ഏർപ്പെടുകയും ചെയ്യട്ടെ. കുറഞ്ഞ പക്ഷം ഹൊർമൂസ് കടലിടുക്ക് തുറക്കട്ടെ. കാരണം അത് അടച്ചു വെക്കാനായിട്ടുള്ള യാതൊരു അവകാശവും അവർക്കില്ല. ഈ ആളുകൾക്ക് ഇപ്പം കുടിവെള്ളം നിഷേധിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെയാണ് ആളുകളുടെ ഈ കഞ്ഞികൂടി മുട്ടിക്കുന്ന പരിപാടി അത് ചെയ്യാനുള്ള ഒരവകാശം അവർക്കില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾക്ക് കഞ്ഞി വെക്കാൻ മാർഗമില്ല, കാരണം ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി അവരും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതെങ്കിലും അവർ മാറ്റി അമേരിക്കയുമായൊരു ഒത്തുതീർപ്പും കരാറും ഉണ്ടായി ഒരു മാറ്റം ഉണ്ടാവണം. ഇതേ സമയം തന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ ഓയിൽ എടുത്തിട്ട് അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച പൈസ ആ ഓയിൽ വിറ്റ് മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വെനസ്വേലയിൽ നിന്ന് എണ്ണ വലിയ തോതിൽ വിറ്റുമെന്ന് പ്രസിഡന്റ് പറയുന്നത് രണ്ടു കൂട്ടർക്കും ലാഭകരമായിട്ട്, രണ്ടു കൂട്ടർക്കും നേട്ടമായിട്ടാണത് പോകുന്നതെന്നും പറയുകയുണ്ടായി. എന്തായാലും ഈ എണ്ണയും ബിസിനസ്സും കച്ചവടവും ഇതൊന്നുമല്ല, മനുഷ്യജീവൻ്റെ പ്രശ്നമാണ്. മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. അതുപോലെ തന്നെ മനുഷ്യരാശി കെട്ടിപ്പൊക്കിയ പാലങ്ങളും സ്ഥാപനങ്ങളും ഇതൊക്കെ എത്രയോ കാലങ്ങൾ കൊണ്ട് എത്രയോ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. അതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമാണ്. അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 7 മണിക്കൂർ നമുക്ക് ശ്രദ്ധയോടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം.